Good morning. Good morning, Miss. Morning. So we start ചെയ്താലോ? Join ചെയ്യുന്നവർ ഒന്ന് join ചെയ്യട്ടെ. So we will start. Screen കാണാലോ? Screen Yes, Miss. കാണുന്നില്ല. Okay. നമ്മൾ ഇന്നലെ സെൽ മെംബ്രെയിൻ വരെയല്ലേ അവസാനിപ്പിച്ചത്? നമ്മൾ യൂകാരിയോട്ടിക് സെൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. And then we completed the fluid mosaic model of cell membrane. Now let's start with the another structure, that is cell wall. ഇത് എല്ലാ പ്ലാന്റ്സിലും എല്ലാ പ്ലാന്റ്സിലും അല്ല, എല്ലാ ഓർഗാനിസംസിലും ഇല്ല. യൂകാരിയോട്സ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ആനിമൽ സെൽസിൽ ഇത് ഉള്ളതായിട്ട് പറയുന്നില്ല. ഓക്കെ, ഫംഗയിലും പ്ലാന്റ്സിലുമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാവുന്നത് സെൽ വോൾ ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പ്രൊട്ടിസ്റ്റയിലും നമ്മൾ പറയുന്നുണ്ട് ചിലത്. ഇനി ഈ പറയുന്ന കാര്യം, അതായത് ഇനി പറയുന്ന കാര്യം എപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. അതായത് ആൽഗൽ സെൽ വോൾ, എനിക്ക് തോന്നുന്നു അതായത് ഇന്ന കെമിക്കൽസ് വെച്ചിട്ടുണ്ടാക്കിയുള്ളത് ആരുടെ സെൽ വോൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗസിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊരു ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് കൈറ്റിൻ. ഓക്കെ, കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ എഴുതണോ കൈറ്റിൻ? വേണ്ടല്ലോ, യു നോ ഇറ്റ് റൈറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ വെച്ചിട്ടാണ് ഫംഗസ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാന്റ്സിൽ തന്നെ ആൽഗയുണ്ട്, അതർ ഹയർ പ്ലാന്റ്സ് ഉണ്ട്. ആൽഗൽ സെൽ വോൾ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സെല്ലുലോസ് ഉണ്ട്. അതിനുശേഷം വേറെ കുറച്ച് കാറ്റഗറി കെമിക്കൽസ് ആയിട്ടുള്ള ഗാലക്ടൻ, മെനൻ ആൻഡ് മിനറൽസ് ലൈക്ക് കാൽസ്യം കാർബണേറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു മാച്ച് ദ ഫോളോയിങ്ങും മറ്റുമാണ് കണ്ടിട്ടുള്ളത്. ഈ ഗാലക്ടൻ, മെനൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആൽഗൽ സെൽ വോളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാം. അത് കൂടാതെ വരുന്ന ഒരു കെമിക്കലാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ബാക്കി പ്ലാന്റ് സെൽസ് ആണെങ്കിൽ ദേ ഹാവ് സെല്ലുലോസ്, ഡെഫിനറ്റ്ലി ഹെമി സെല്ലുലോസ് ഉണ്ട്, പെക്റ്റിൻ ഉണ്ട്, and some proteins are also present. ഇനി ഒരു യങ് പ്ലാന്റ്സിലാണെങ്കിൽ, പുതുതായിട്ടുള്ള ഒരു പ്ലാന്റ്സിലാണെങ്കിൽ അത് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിന് ചുറ്റും കാണുന്ന സെൽ വോൾ എന്ന് പറയുന്നത് പ്രൈമറി വോൾ ആണ്. പ്രൈമറി വോൾ ആണ്. ആ വോളുമേ എന്താ പറയാ, ആവശ്യമില്ലാത്ത ഡെപ്പോസിഷൻസ് ഒന്നും, ആവശ്യമില്ലാത്തതെന്നല്ല, ഞാൻ അങ്ങനെ കൊളോക്കിയലായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഡെപ്പോസിഷൻസ് ഒന്നും അതിന് തിക്നെസ് ഒന്നും വന്നിട്ടില്ല. അതൊരു പ്രൈമറി വോൾ ആണ്. ആൻഡ് ദിസ് വോൾ ഇസ് കേപ്പബിൾ ഓഫ് ഗ്രോത്ത്. അത് ഗ്രാജുവലി ഡിമിനിഷ് ചെയ്ത് അതിന്റെ ഉള്ളിലായിട്ട് പുതിയൊരു വാൾ വരും. അതാണ് സെക്കൻഡറി വാൾ എന്ന് പറയുന്നത്. അതെപ്പോഴാ വരിക? സെല്ല് മെച്ചുർ ആയി തുടങ്ങുമ്പോൾ. ഓക്കെ, ഇൻസൈഡ് ഓഫ് ദി സെൽ. ഇത്രയും ക്ലിയർ ആണോ? ഫംഗയിലും പ്ലാന്റ്സിലും സെൽ വാൾ ഉണ്ട്. ഫംഗലിന്റെ മെറ്റീരിയൽ കൈറ്റിൻ ആണ്. കൈറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ ആണ്. ആൽഗയിൽ നോക്കുവാണെങ്കിൽ സെല്ലുലോസ് ഉണ്ട്, ഡെഫിനറ്റ്ലി. അത് കൂടാതെ ഗാലക്ടൻ, മെനൻ, കാൽസ്യം കാർബണേറ്റ് പോലുള്ള മെറ്റീരിയൽസ്. പ്ലാന്റിലോട്ട് വരുവാണെങ്കിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, പ്രോട്ടീൻസ്. ഇനി പ്രൈമറി വാൾ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ when the cell is growing, the wall that is capable of growth. ആ സെല്ലിന് വാൾ എന്നല്ല, സെല്ല്, യങ് പ്ലാന്റ് സെല്ല്, ഇത് ഡിമിനിഷ് ചെയ്ത് ഇതിന്റെ ഉള്ളിലായിട്ട് പുതിയൊരു വാൾ വരും. അത് സെക്കൻഡറി വാൾ ആണ് when the cell is about to mature. സെല്ല് മെച്ചുർ ആവുന്ന സമയത്ത്. ഇനി രണ്ട് അടുത്തടുത്തുള്ള പ്ലാന്റ് സെൽസിനെ ഗ്ലൂ ചെയ്ത് നിർത്തുന്ന സംഭവമാണ് മിഡിൽ ലാമെല്ലെ. ലെയർ ഓഫ് the main ആയിട്ട് കാണുന്ന കാൽസ്യം പെക്റ്റേറ്റ് ആണ്, which hold or glues the different neighboring cells together. മിഡിൽ ലാമെല്ല ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് അഡ്ജസന്റ് പ്ലാന്റ് സെൽസിനെ ഗ്ലൂ ചെയ്ത് നിർത്തുന്നതാണ് മിഡിൽ ലാമെല്ല. ഇനി രണ്ട് അഡ്ജസന്റ് പ്ലാന്റ് സെൽസ് തമ്മില്, രണ്ട് അടുത്തടുത്തുള്ള പ്ലാന്റ് സെൽസ്, ഇപ്പൊ ഇതൊരു പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിക്കാം, ഇത് വേറൊരു പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിക്കാം. ഇവർ തമ്മില് സൈറ്റോപ്ലാസം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഫോർ ദ ഫാസ്റ്റ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഓൾ. ഇവരുടെ സൈറ്റോപ്ലാസം തമ്മിലൊരു, ഞാൻ ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടി ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് വരയ്ക്കുവാണ്. ഇവരുടെ രണ്ടുപേരുടെയും സൈറ്റോപ്ലാസം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് കണക്ഷൻ ഈസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. സോ എന്താ ഉദ്ദേശിക്കുന്നത്? ദി സെൽ വാൾ ആൻഡ് മിഡിൽ ലാമെല്ലെ may be traversed by plasmodesmata which connect the cytoplasm of neighboring cells. നിങ്ങളോട് ചോദിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, രണ്ട് അഡ്ജസന്റ് പ്ലാന്റ് സെൽസിന്റെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷന്റെ പേര് എന്താന്ന് ചോദിക്കാം. പ്ലാസ്മോഡെസ്മാറ്റ. ഇതിനു മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ആനിമൽ ടിഷ്യൂസിൽ ജംഗ്ഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. ടൈറ്റ്, ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് ജംഗ്ഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന വേറൊരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. ചോദിക്കാറുണ്ട്
ഇവിടെ ഈ ചാപ്റ്ററിൽ ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മോഡെസ്മാറ്റ എന്താണെന്ന് ഒരു ചെറിയ ലൈനായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. രണ്ട് അഡ്ജസന്റ് പ്ലാന്റ് സെൽസ്, പ്ലാന്റ് ആണ്, ഇവരുടെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷൻ ആണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന കണക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? The next one, endomembrane system. 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, 21 നോക്കിക്കോ, എല്ലായിടത്തും കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രേൻ സിസ്റ്റം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് എൻഡോമെംബ്രേൻ സിസ്റ്റം. നമ്മുടെ സെല്ലിന്റെ ഉള്ളിലത്തെ ഓരോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനും അതിൻ്റെതായ ഫംഗ്ഷനും അതിൻ്റെതായ സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ 4 പേരുടെ ഫംഗ്ഷൻ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഈ 4 പേരെയും ഒരുമിച്ച് നമ്മളൊരു എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയും. ആരൊക്കെയാ നോക്കിക്കേ? EGLV 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോട്ടോ, അവിടെയും ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ. EGLV വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കുറെ ഓർഗനൽസ് ഉണ്ട് നമ്മുടെ സെല്ലില്, അതിൽ ആരൊക്കെയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത് നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോം, vacuole. ഈ 4 പേരുടെയും ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ് and they became a part of the endomembrane system. Endoplasmic reticulum, Golgi complex, lysosome and vacuole, EGLV. എന്തുകൊണ്ടാണ് they became a part of endomembrane system എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. എന്തുകൊണ്ട് മൈറ്റോകോൺഡ്രിയ വന്നില്ല? അദ്ദേഹത്തിന്റെ ഫങ്ഷൻ ഇവരുമായിട്ട് കോർഡിനേറ്റഡ് അല്ല. സി ഓൾമോസ്റ്റ് എല്ലാവരും തമ്മിൽ ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വളരെ എന്താണ് എവിഡന്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന 4 പേര് ഇവര്. മൈറ്റോകോൺഡ്രിയയോ പ്ലാസ്റ്റിഡോ പെറോക്സിസോമോ ഒന്നും ഇതിന്റെ ഇടയിൽ കയറി വരുന്നില്ല. സോ അതുകൊണ്ട് അവരെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ചേർന്നിട്ടില്ല. ഇവരൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, EGLV. സോ ഫസ്റ്റ് വൺ ഈസ് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഡെഫിനിഷൻ നോക്കുക. ഇറ്റ്സ് എ റെറ്റിക്കുലം. റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന്. പക്ഷെ റെറ്റിക്കുലം എന്ന് പറയുന്നതിന്റെ തന്നെ വേറൊരു രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഓഫ്. എന്തിന്റെ നെറ്റ്വർക്ക് കാണുന്നത്? ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ, സൈറ്റോപ്ലാസ്മിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ ഒരു റെറ്റിക്കുലം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ കാണാവുന്നതാണ്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്, റഫും ഉണ്ട് സ്മൂത്ത് ഉണ്ട്. ഒരാൾ റഫ് ആവാൻ കാരണം അയാളുടെ മേത്ത് എന്തുണ്ട് നോക്കിയേ, ആ ഗ്രാനുൾസ് എന്താ നോക്കിയേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ റൈബോസോം ആർ അറ്റാച്ച്ഡ് ഓൺ ദി സർഫസ് ഓഫ് RER. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിന്റെ മെയിൻ ആളാണ്. സോ റൈബോസോം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ RERന്റെയും ഫംഗ്ഷൻ എന്തിലോട്ട് നമുക്ക് ഇടാം? പ്രോട്ടീൻ സിന്തസിസിലോട്ട് ഇടാം. നേരെ മറിച്ച് സ്മൂത്ത് പറയുന്ന ആള് സ്മൂത്ത് ആവാൻ കാരണം അതിന്റെ സർഫസിൽ ഇതേപോലത്തെ ഗ്രാനുൾസ് ഇല്ല. സോ ദേ ബിക്കേം സ്മൂത്ത്. റൈബോസോം ഇല്ലാത്തവരാണ് ആര്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി അവരുടെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് ലിപ്പിഡ് സിന്തസിസിലാണ്. ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, സോ bare ribosome on surface RER, SER ribosomes ഇല്ല, so they became a smooth. Major site of synthesis of lipid. RER പ്രോട്ടീനിലോട്ട് വിടുവാണെങ്കിൽ SER നമുക്ക് എന്തിലോട്ട് വിടാം? ലിപ്പിഡ് സിന്തസിസിലോട്ട് വിടാം. ഇനി അത് മാത്രമല്ല ആനിമൽ സെൽസിൽ ചില എന്തായാലും ലിപ്പിഡുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം. ലിപ്പിഡ്സ് ആയിട്ട് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ആർ സിന്തസൈസ്ഡ് ഇൻ SER. Lipid like steroidal hormones are synthesized in SER. Clear ആണോ? അടുത്തത് ഗോൾജി അപ്പാരറ്റസ് ആണ്. ഗോൾജി അപ്പാരറ്റസ് ഇതിന്റെ സയന്റിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, കാമില്ലോ ഗോൾജി എന്ന് പറയുന്നത് സയന്റിസ്റ്റിന്റെ പേര്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റേ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓർഗനലുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത്. ഇനി ഇതിലെന്താ കാണുന്നത് നോക്കിയേ, മിനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്കുകൾ കാണാൻ പറ്റും. കാണാലോ, ഫ്ലാറ്റ് ആയിട്ടുള്ള പാരലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ആ സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സിസ്റ്റേണെ. ഇത് നോക്കി വെക്കാം. സിസ്റ്റേണെ കാണുന്നത് ഏത് ഓർഗനലിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? ഗോൾജി കോംപ്ലക്സിനാണ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസിനാണ്, ചിലപ്പോൾ ഗോൾജി ബോഡീസ് എന്ന് പറയും. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ ഞാൻ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ ഒരു കൊറിയർ സർവീസ് ആണെന്ന് വിചാരിച്ചു നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില് നമ്മുടെ റൈബോസോം ഇരുന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ഇതിനെ ഗോൾജി കോംപ്ലക്സിലോട്ട് വിട്ടിട്ട് ഗോൾജി കോംപ്ലക്സ് ആണ് ഇതിനെ പ്രോപ്പർ ആയിട്ട്
പാക്ക് ചെയ്ത് എന്താണ് മോഡിഫൈ ചെയ്ത് എവിടോട്ട് വിടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊറിയർ സർവീസ് എന്ന് പറയുന്നത്. പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് വിടുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഈ റൈബോസോം ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് എവിടെയെങ്കിലൊക്കെ ആവശ്യം വരുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മളൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങള് അത് പല വീടുകളിലോട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. ചിലപ്പോ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കേണ്ടതായിരിക്കും. ഇതേപോലെ തന്നെയാണ് പ്രോട്ടീൻസും. ചില പ്രോട്ടീൻസ് ആ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ആവശ്യമുള്ളതായിരിക്കും, ചില പ്രോട്ടീൻസ് ആ സെല്ലിനായിരിക്കില്ല വേണ്ടത്, വേറെ ബോഡി പാർട്സിലോട്ടായിരിക്കും വിടേണ്ടത്. സോ അതെല്ലാം നോക്കിയിട്ട് ഇത് ഏത് ടാർഗറ്റിലോട്ടുള്ളതാണ് അതൊക്കെ ഡിസ്പാച്ച് ചെയ്ത് വിടുന്നതാണെന്ന് പറയുന്നത് ഗോൾജി കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കിയേ. ഇറ്റ് പെർഫോംസ് ദ ഫങ്ഷൻ ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. പാക്ക് ചെയ്യാം. നിങ്ങളോട് ചോദിക്കുക, സി ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ ഒന്നും അല്ല ഇത് പഠിക്കുക. അവര് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളോട് ഏത് ഓർഗനിൽ നിന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിടും. ഓക്കെ, ഇറ്റ് പെർഫോംസ് ദി ഫങ്ഷനിങ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ടു ബി ഡെലിവേർഡ് either to the intracellular targets. അതിന്റെ അർത്ഥം എന്താ? ഇൻട്രാസെല്ലുലർ. ഇൻട്രാ മീൻസ് വിത്തിൻ. സെല്ലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലോട്ടാണോ അല്ലെങ്കിൽ സെല്ലിന്റെ പുറത്തോട്ടാണോ, whatever it is, പ്രോപ്പർലി പാക്കേജ് ചെയ്ത് ഡെലിവറി ചെയ്യാന്നുള്ളത് ആരാണ്? ഗോൾജി കോംപ്ലക്സുകളാണ് ചെയ്യുന്നത്. ഇനി ഇതെനിക്ക് തോന്നുന്നു 2022 മറ്റുമാണ് ചോദിച്ചിരിക്കുന്നത് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി ഇമ്പോർട്ടന്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിന്റെയും ഫോർമേഷൻ നടക്കുന്ന മേജർ സൈറ്റ് ചോദിക്കുവാണെങ്കിൽ ഗോൾജി അപ്പാരറ്റസ്. വെറുതെ പ്രോട്ടീൻ ആണെങ്കിൽ അത് റൈബോസോം ആണ്. റൈബോസോം ഇല്ലെങ്കിൽ നമുക്ക് അറിയാറുണ്ട്. ലിപ്പിഡ് ആണെങ്കിൽ SCR ആണ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി അത് തന്നെ ഒന്നും കൂടി ഡെക്കറേറ്റീവ് ആയിട്ട് ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുവാണെങ്കിൽ അതെന്താ? അതായത് ഇടയിൽ ഞാൻ ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ പറയാം, ഇതിന്റെയൊക്കെ മുന്നിൽ G വെച്ച് തുടങ്ങുന്നുണ്ടോ? ഗ്ലൈക്കോപ്രോട്ടീനും ഗ്ലൈക്കോലിപ്പിഡ്സും അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതാരാണ്? G വെച്ച് തുടങ്ങുന്ന ആള് തന്നെ ഗോൾജി ബോഡീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലൈസോസോംസ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, 9th സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്ന ആളാണെന്നത്. ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഇതൊരു വെസിക്കിൾ അല്ലെങ്കിൽ ഇതൊരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുറെ എൻസൈംസ് ഉണ്ട്. എങ്ങനെയുള്ള എൻസൈംസ് എന്നറിയോ? ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ്. ഹൈഡ്രോലിറ്റിക് എൻസൈംസ്, ഹൈഡ്രോളിസിസ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള എൻസൈംസ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന എൻസൈം ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യും. പ്രോട്ടിയേസ് ആണെങ്കിൽ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും. ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ ബ്രേക്ക് ചെയ്യും. ലിപ്പേസ് ആണെങ്കിൽ ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യും. സോ ഹൈഡ്രോലിറ്റിക് എൻസൈംസിന്റെ ഒരു ബാഗ് ആണ് ലൈസോസോം എന്ന് പറയുന്നത്. ബോഡിയുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഈ എൻസൈംസിനെ പുറത്തോട്ട് വിട്ട് അദ്ദേഹത്തെ നശിപ്പിച്ച് കളയും. ഇനി സ്വന്തം സെല്ലിന് തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ പുറത്ത് വിട്ട് സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിച്ച് കളയും. അതാണ് ഇതിനെ സൂയിസൈഡ് ബാഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവരും നോൺ മെംബ്രെയിൻ ബൗണ്ട് അല്ല, സ്വന്തമായിട്ടൊരു മെംബ്രെയിൻ ഒക്കെ ഉള്ള ആളാണ് ഇത്. ഇത് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കും. കഴിഞ്ഞ കൊല്ലം തോന്നുന്നു ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്രാവശ്യത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ കുറച്ച് പ്രീവിയസ് ഇട്ടിട്ടുണ്ട്. കാരണം സെൽ എന്ന് പറയുന്നത് നല്ല വെയിറ്റേജ് ഉള്ളതാണ്, നല്ല വലിയ ചാപ്റ്ററും അല്ലേ. So these lysosomes are formed by the process of packaging in Golgi apparatus. Golgi apparatus packaging in എന്ന് പറയുന്നതാണ് ലൈസോസോം. ഇത് എനിക്ക് തോന്നുന്നു അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടപ്പോ പാക്കേജിംഗ് ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നട്ടു. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? These are membrane bound vesicular structure formed by the process of packaging in Golgi apparatus. Okay, പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് നടക്കുന്നത്? ഗോൾജിയിലാണ്. The isolated lysosomal vesicles have been found to be very rich in almost all types of hydrolytic enzymes. ഇനി ഈ എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആവുന്ന pH ഏതാ? നിങ്ങൾ ബയോമോളിക്യൂൾ പഠിച്ചിട്ടില്ലേ? എവറി എൻസൈം വിൽ ബി ഹാവിംഗ് ആൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം pH എന്നൊക്കെ. ഇദ്ദേഹത്തിന്റെ ഒപ്റ്റിമം pH ഏതാണ്? അസിഡിക് pH ആണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. These enzymes are capable of digesting carbohydrates, proteins, lipids, nucleic acid, whatever it is, ഒക്കെ നശിപ്പിച്ച് കളയും. ഇതാണ് അവരുടെ ഉദ്ദേശം. വെറുതെ നശിപ്പിക്കുന്നൊന്നുമല്ല, ആവശ്യമില്ലാത്തതോ കേടായിട്ടുള്ളതോ അങ്ങനെയായിട്ടുള്ള സംഭവങ്ങളിലാണ് ഇവർ ഇടപെടുക. ക്ലിയർ ആണോ? ഇവരൊരു ക്ലീനിങ് ആണ്. ഓക്കെ,
അടുത്ത ആള് വാക്യൂൾ. വാക്യൂൾ എന്ന് പറയുന്ന ഓർഗനല് ഒരു പ്ലാന്റ് സെല്ലിലൊക്കെ വളരെ എവിഡന്റ് ആയിട്ട് ചില സമയങ്ങളിൽ 90% ഓഫ് ദി വോളിയം ഓഫ് ദ പ്ലാന്റ് സെൽ വിൽ ബി ഓക്യുപൈഡ് ബൈ ദിസ് വാക്യൂൾ. ആനിമൽസ് എല്ലാം അങ്ങനെ പ്രോമിനന്റ് ആയിട്ട് കാണുന്നില്ല. പ്ലാന്റ് സെൽസിലാണ് നമ്മൾ കൂടുതലും വലിയൊരു വാക്യൂളിന്റെ പ്രസൻസ് പറയാം. ഓക്കെ, ഒരു സ്റ്റോറിംഗ് ഫംഗ്ഷൻ ഒക്കെയാണ് ആൾക്ക് കൊടുക്കാവുന്നത്. സോ ഇറ്റ്സ് അഗെയിൻ എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. മെംബ്രെയിൻ ബൗണ്ട്, സോ ഈ മെംബ്രെയിൻ ബൗണ്ട് എന്ന് പറയുന്ന ടേമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം നീറ്റുകാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു, which of the following is not bound by membrane, which of the following is bound by membrane എന്നുള്ളത്. സോ യു ഷുഡ് ബി, നമ്മൾ എടുത്ത് പറയുന്ന ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ ഉണ്ട്, മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ, ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ വാക്യൂളും ലൈസോളും ഇതുപോലെ, ലൈസോസോമും, സോറി ലൈസോൾ അല്ല ലൈസോസോം എടുത്തു പറയുന്ന സാധനമാണ് കേട്ടോ. ഈ വാക്യൂളിന്റെ മെംബ്രെയിന്റെ പേരും കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ. ഇറ്റ്സ് കോൾഡ് ടോണോപ്ലാസ്റ്റ്. The vacuole is bound by a single membrane and this is called tonoplast. ഇതിൽ എന്താ ഉള്ളത് നോക്കിയൊക്കെ, വാട്ടർ, സാപ്പ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, സാധാരണ ബാക്കിയുള്ള മെറ്റീരിയൽസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഇൻ പ്ലാന്റ് സെൽസ് the vacuoles can occupy up to 90% of the volume of cell. പ്ലാന്റിലാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഡയഗ്രാം വരച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇതൊരു പ്ലാന്റ് സെൽ വരയ്ക്കുവാണെങ്കിൽ ഇതിന്റെ വോളിയത്തിന്റെ ഒരു എന്താണ് 90% വാക്യൂള് വരയ്ക്കുന്നുണ്ടാവും. ഇതിന്റെ സൈഡിൽ ഒരു കുഞ്ഞി ആളായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് കിടക്കുന്നുണ്ടാവാം. ബാക്കി എന്താണ് ബാക്കി സ്ഥലങ്ങളൊക്കെ കയ്യേറിയിരിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ വാക്യൂൾ ആയിരിക്കും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, അറിയോ? മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന ഒരു പേര് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ പഠിച്ചതിന്റെ ഓർമ്മയില്ല, പിന്നെയാണ് ചെറിയ ക്ലാസ്സിൽ. ഇതാണോ മനസ്സിൽ വിചാരിക്കുന്നത്? Energy, ATP. yes. ATP create, ATP is the energy currency. അത് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കും, ശരിയല്ലേ? Yes, ma'am. പവർ ഹൗസ്. ഇദ്ദേഹത്തിന്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ 2 മെംബ്രെയിൻ ഉണ്ട്, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ഇദ്ദേഹം ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. ഇദ്ദേഹത്തിന് ചുറ്റും 2 മെംബ്രെയിൻ ഉണ്ട്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ശരിയല്ലേ? ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ കുറച്ച് പെർമിയബിൾ ആയിട്ടുള്ള ആളാണ്, കണ്ടിന്യൂസ് ആണ്, വലിയ തലവേദന ഒന്നും ഉണ്ടാക്കാണ്ട് അത് ഇങ്ങനെ ഇരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും. ഇന്നർ മെംബ്രെയിന്റെ ആൾ എങ്ങനെ ഇരിക്കുന്നത്? ആൾ കുറച്ച് ഇൻഫോൾഡിങ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇൻഫോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇൻഫോൾഡിങ്സ് കാണിക്കും. ആ ഇൻഫോൾഡിങ്സിന് ഒരു പേര് പറയും. വാട്ട് ഇസ് ദാറ്റ്? Crystal. ക്രിസ്റ്റ. സിംഗുലർ ആയിട്ട് ക്രിസ്റ്റ എന്ന് പറയും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴേ സിസ്റ്റേണ എന്താന്ന് മറക്കരുത്, ക്രിസ്റ്റ എന്താന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ തെറ്റിക്കുന്നത്. സിസ്റ്റേണ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗോൾജി ബോഡീസിലെ ആ സാക്കിന്റെ പേരായിരുന്നു, ശരിയല്ലേ? സിസ്റ്റേണ. ഇവിടെ എന്താണ്? ക്രിസ്റ്റയാണ്. ഇനി ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? മാട്രിക്സ്. കണ്ടോ? മാട്രിക്സ്. ഓക്കെ, ഇനി ഈ ഔട്ടർ മെംബ്രെയിന്റെയും ഇന്നർ മെംബ്രെയിന്റെയും ഇടയിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് ഇന്റർ മെംബ്രെയിൻ. ഇന്റർ മെംബ്രെയിനുകളുടെ ഇടയിലുള്ള സ്പേസ്. ഇനി മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത പറയുവാണെങ്കിൽ സ്വന്തമായിട്ട് DNA ഉള്ള ആളാണ്, ശരിയാണോ? സ്വന്തമായിട്ട് ഒരു സെമി ഓട്ടോണമസ് ഓർഗനലാണ്. മൈറ്റോകോൺട്രിയക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള DNA തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് ഭൂരിഭാഗം മെജോറിറ്റി പ്രോട്ടീൻസിനെയും സ്വന്തമായിട്ട് DNA ഉള്ള ഒരാളാണ് ഇദ്ദേഹം. നമ്മൾക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന്, ഒരു യൂകാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് കൂടാതെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിലും അതിൻ്റെതായ ഒരു സിംഗിൾ സർക്കുലർ DNA കാണുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിനെ പോലെയാണ് മൈറ്റോകോൺട്രിയ. മനസ്സിലായോ? സിംഗിൾ സർക്കുലർ DNA ഉണ്ട്. അതേപോലെ റൈബോസോം എങ്ങനെയുള്ളതാ? സ്വന്തമായിട്ട് റൈബോസോം ഉള്ള ആളാണ്. ആ റൈബോസോമും പ്രൊകാരിയോട്ടിക് റൈബോസോമും പോലെയാണ്, 70S ആണ്. Okay, so it's a double membrane bound structure with outer and inner membrane. Inner compartment is filled with a dense homogeneous substance called matrix. Inner membrane forms a number of infoldings called cristae. എന്തിനു വേണ്ടിയിട്ടാ? സർഫസ് ഏരിയ കൂട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തിനെങ്ങനെ സർഫസ് ഏരിയ കൂട്ടുന്നത് കഷ്ടപ്പെട്ടിട്ട്? ഇന്നർ മെംബ്രെയിനിലാണ് ഈ പറയുന്ന എനർജി പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഇത് പഠിക്കുമ്പോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ പഠിക്കും. റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള എൻസൈംസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ അത്
ഇലക്ട്രോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇരിക്കാൻ പോകുന്നത് ഈ ഇന്നർ മെംബ്രെയിനിലാണ്. സോ അതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. എന്താ എയറോബിക് റെസ്പിറേഷൻ? ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും എനർജി ഉണ്ടാക്കാം കുറച്ച്. പക്ഷെ എയറോബിക് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുമ്പോഴാണ് കൂടുതൽ ATP കിട്ടുന്നത്. അതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫെർമെന്റേഷൻ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഈസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ബോഡിയിലും ഓക്കെ, ഇപ്പോഴല്ലേ ലോക്കോമോഷൻ പഠിച്ചു പോയത്, അവിടെയും ആ ചാപ്റ്ററിലും പറയുന്നുണ്ടോ മസിൽസിന്റെ കേസ്, വൈറ്റ് മസിൽസും റെഡ് മസിൽസും. ഓക്കെ, അവിടെയും പറയുന്നുണ്ടാവും റെസ്പിറേഷന്റെ കാര്യം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ് എയറോബിക് റെസ്പിറേഷൻ. അതാണ് മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്നത്. സി, റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഈ ബ്രീത്തിങ്ങും ബ്രീത്തിങ് ഔട്ടും നമ്മൾ വിചാരിക്കരുത്. സെല്ലുലാർ ലെവലിൽ ഒരു റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ. ദെൻ സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ ഉണ്ട് ഇതിന്റെ ഉള്ളില്. കുറച്ച് RNA മോളിക്യൂൾ ഉണ്ട്. സ്വന്തമായിട്ട് റൈബോസോം ഉണ്ട്. സാധാരണ യൂക്കാരിയോട്ടിക് റൈബോസോമിന്റെ പോലെ ATS അല്ല മൈറ്റോകോൺഡ്രിയയിലുള്ളത്. ഇറ്റ് ഈസ് 70S ആണ്. ശരിയാണോ? ഓക്കെ ആണോ? ഇനി ഇതേപോലത്തെ തന്നെ വേറൊരു നമ്മൾ പഠിക്കാൻ പോവാണ്, ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എല്ലാ യൂക്കാരിയോട്ടിക്സിലും ഉണ്ടോ? ഇല്ല, പ്ലാന്റ് സെൽസിലുണ്ട്. ഓക്കെ, ഇനി പ്ലാസ്റ്റിഡ്സ് 3 തരത്തിലുണ്ട്. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈക്വലന്റ് ടു ക്ലോറോപ്ലാസ്റ്റ്. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ നെയിം. അതിനെ നമുക്കൊരു ടൈറ്റിൽ ആക്കി വെക്കാം. അതിന്റെ അടിയിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ പ്ലാസ്റ്റിഡിന് ബേസ്ഡ് ഓൺ ദ പിഗ്മെന്റ്, based on the color it provides അല്ലെങ്കിൽ its function, അതിന്റെ ബേസിസിൽ you can classify them into chloroplast, chromoplast, leucoplast. Chloro, the one which has green pigment, chlorophyll, and green color കൊടുത്ത് and photosynthesis പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിലും ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഉണ്ട്. ക്രോമോപ്ലാസ്റ്റ്, അദ്ദേഹം ഗ്രീൻ കളർ കൊടുക്കുന്ന ആളല്ല. ഗ്രീൻ അല്ലാത്ത ബാക്കി കളറുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ കളർ കൊടുക്കുന്ന ആളാണ് ക്രോമോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആള് കളർ കൊടുത്ത് കഷ്ടപ്പെടില്ല, അങ്ങേർക്ക് സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ. ല്യൂക്കോപ്ലാസ്റ്റിന് കളർ കൊടുക്കുന്നതല്ല പരിപാടി, സ്റ്റോറേജ് ഫങ്ഷൻസ് ആണ്. ക്രോമോപ്ലാസ്റ്റ് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ് സോളുബിൾ carotenoids pigments like carotene, xanthophylls and others, and this gives the part of the plant a yellow, orange or red color. Green alla. Leucoplast colorless ആണ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു സ്റ്റോർ ന്യൂട്രിയൻസ്. 3 തരത്തിലുള്ള ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ഓർത്ത് വയ്ക്കുക, മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ കറക്റ്റ് ഇൻകറക്റ്റ് മാച്ച് ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അമൈലോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്. അമൈലോ, ഇലയോ ആൻഡ് അല്യൂറോ. ഇതെങ്ങനെ ഓർത്ത് വെക്കും? അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കേട്ടിട്ടുണ്ടോ? അമൈലേസ് ഡൈജഷൻ ഇപ്പൊ ചാപ്റ്റർ എടുത്ത് കളഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചേനെ. നമ്മുടെ സലൈവറി അമൈലേസ് നമ്മുടെ മൗത്തില് ഉള്ളൊരു എൻസൈം ആണ്. ഇറ്റ്സ് സ്റ്റാർച്ച് ഡിഗ്രേഡിംഗ് എൻസൈം, റൈറ്റ്? സോ അമൈലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റാർച്ച് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. സോ അപ്പൊ അതെന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഇലയോ എന്ന് പറയുമ്പോ തന്നെ ഓയിൽ എന്ന് പറയുന്ന വേർഡുമായിട്ട് റൈമിങ് അല്ലേ? ഇലയോ അത് അവസാനിക്കുന്ന ഓയിൽ, റൈറ്റ്? സോ അപ്പൊ അതിന്റെ സ്റ്റോറിങ് എന്താണ്? ലിപ്പിഡ് റിലേറ്റഡ് ആണ്, ഓയിലും ഫാറ്റും. അല്യൂറോ എന്ന് പറയുന്നതിൽ 6 ഉണ്ട്. അല്യൂറോന്റെ സ്പെല്ലിംഗിൽ 6 ഉണ്ട്. ഇവിടെ പ്രോട്ടീന്റെ സ്പെല്ലിംഗിലും 6 ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് മാച്ച് ചെയ്യാം. ക്ലിയർ ആയോ? സോ ല്യൂക്കോപ്ലാസ്റ്റ് 3 തരത്തില്, അമൈലോ, ഇലയോ ആൻഡ് അല്യൂറോ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ഇവരിൽ ആര് എന്ത് സ്റ്റോർഡ് ആവുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള 3 ഓപ്ഷൻ പ്രോട്ടീൻ ആണോ, ഓയിൽ ആൻഡ് ഫാറ്റ് ആണോ, പിന്നെന്താണ് കാർബോഹൈഡ്രേറ്റ് ആണോ എന്നുള്ളതാണ്. 3 പ്ലാസ്റ്റിക്കും ഉണ്ട്, 3 മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ എങ്ങനെ മാച്ച് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്യൂറോ എന്നുള്ളതിൽ 6 ഉണ്ട്, പ്രോട്ടീൻ എന്ന് പറയുന്നതിലും 6 ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് മാച്ച് ആക്കാം. ഇലയോ എന്ന് പറയുന്നതില് ഒരു ഓയിൽ സംഭവം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ സ്പെല്ലിങ്ങില്, ആ പറയുന്നതില്. അപ്പൊ നമുക്ക് ഓയിലായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അമൈലോസ് എന്നുള്ളത് ഇറ്റ്സ് വെരി ബേസിക് അമൈലേസ് എൻസൈം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് 10th ഡൈജഷൻ പഠിക്കുന്നില്ലേ, ലൈഫ് പ്രോസസ്സിലൊക്കെ ഉണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ അവിടെയും അമൈലേസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ലാതെ എന്ത് ഡൈജഷൻ? കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. സ്റ്റാർച്ച് അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, കാരണം പ്ലാന്റ് അല്ലേ, പ്ലാന്റിൽ നമ്മൾ കൂടുതൽ സ്റ്റാർച്ച് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പൊട്ടാറ്റോ പറയുന്നുണ്ട്. പൊട്ടാറ്റോ ഒരു ഫുഡ് സ്റ്റോറേജ് പാർട്ടാണെന്ന് നമുക്കറിയാലോ,
ശരിയാണോ? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർക്കും എന്തുണ്ടെന്നാ പറയുന്നതെന്ന് അറിയോ? ഞാൻ ആദ്യം ഒരു റഫ് വരയ്ക്കാം, അതിനുശേഷം സീ ദ ഡയഗ്രാം. ഇതിനും ഒരു ഡബിൾ ലെയേർഡ് വാൾ ഉണ്ട്, ഡബിൾ മെംബ്രെയിൻ ആണ്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. മൈറ്റോകോൺട്രിയയുടെ പോലെ ഇവിടെ ഇൻഫോൾഡിങ്സ് ഒന്നുമില്ല, പകരം ഇതിന്റെ ഉള്ളില് ചെറിയ ചെറിയ കോയിൻസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഒന്നിനു മുകളിൽ വേറൊന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇറ്റ്സ് ലൈക്ക് പൈൽസ് ഓഫ് കോയിൻസ്. ആ ഓരോ കോയിനും പറയുന്ന പേരാണ് തൈലക്കോയിഡ്. ഓരോ കോയിനും പറയുന്ന പേരാണ് തൈലക്കോയിഡ്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഗ്രാന. ഇതിനെ മൊത്തത്തിൽ ഗ്രാന എന്ന് പറയും, ഇതിനെ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി ഇവര് തമ്മില് വേറെ വേറെ ഗ്രാനകൾ തമ്മിൽ ഒരു കണക്ഷൻ കാണും, ഒരു ട്യൂബ് വെച്ചിട്ട്. അതിനെ സ്ട്രോമ ലാമല്ല എന്ന് പറയും. ഒന്നും കൂടി വായിക്കാം. ഇറ്റ്സ് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്, ഗ്രീൻ കളർ ആണ്, റീസൺ ക്ലോറോഫിൽ ഉണ്ട്. അത് മാത്രമല്ല വേറെ കരോട്ടിനോയിഡ്സ് പിഗ്മെന്റ്സ് ഒക്കെ ഇവർക്കുണ്ട്. ഇനി എന്താ, ഫോട്ടോസിന്തസിസിനാണ് ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ. മെജോറിറ്റി ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽസ്. അനാട്ടമി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു മീസോഫിൽ സെൽസ് എന്താണെന്ന്. ഒരു ലീഫ് എടുക്കുവാണെങ്കിൽ അതിന്റെ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിലുള്ള ഗ്രൗണ്ട് ടിഷ്യൂസിനെ പറയുന്ന പേരാണ് മീസോഫിൽ സെൽസ്, ആൻഡ് ദേ ഹാവ് ദി മെജോറിറ്റി ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, അത് അത്ര പെർമിയബിൾ അല്ല. അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആൾക്കാരല്ലേ പ്രശ്നക്കാര്. ഓക്കെ, ഇനി സ്ട്രക്ചർ നോക്കാം. ഔട്ടർ മെംബ്രെയിൻ കാണാം, ഇന്നർ മെംബ്രെയിൻ കാണാം. ഇനി സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ സ്പേസ് ലിമിറ്റഡ് ബൈ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് കോൾഡ് ദ സ്ട്രോമ. സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗം നോക്കിയേ? ഇത് ഇന്നർ മെംബ്രെയിൻ, സോറി ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇന്നർ മെംബ്രെയിൻ ആണെങ്കിൽ ഈ ഭാഗം നമ്മൾ മൈറ്റോകോൺട്രിയയിലെ മെട്രിക്സ് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. സ്ട്രോമേനെ കാണുന്നുണ്ടോ നോക്കി, ഇതാ സ്ട്രോമ. ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് സ്ട്രോമ. സ്ട്രോമയ്ക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ, ഇതിനെയും അടുത്ത ചാപ്റ്ററിലൊക്കെ നമ്മൾ പറയും. Number of organized flattened membranous sacs called thylakoids are present in stroma. Thylakoids, ഈ ഓരോ കോയിൻസും ആണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്, കണ്ടോ? Then a number of thylakoids are arranged in stacks like the piles of coins called grana. ഒന്നിനു മുകളിൽ വേറൊന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഹോൾ സെറ്റിനെ പറയുന്ന പേരാണ് ഗ്രാനം. ഗ്രാനം ഇസ് സിംഗുലർ, പ്ലൂറലിൽ പറയണമെങ്കിൽ ഗ്രാന എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി flat membranous tubules called stroma lamellae connect the thylakoids of different grana. പല പല ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്ത് കാണുന്ന ഒരു ട്യൂബ്യൂൾ ഉണ്ട്. Can you see this? No. Stroma lamellae എന്ന് പറയും. The membrane of the thylakoids enclose a space called lumen. അതായത് ഇപ്പൊ നമ്മൾ ഒരു കോയിൻ എടുത്തു, ഇതിന്റെ ഉള്ളിൽ ഒരു കോയിൻ ആണ് നമ്മുടെ തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡിന്റെ ഉള്ളിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ് ലൂമൻ. ഇതൊന്നും വെറുതെ പഠിക്കുന്നതല്ല കേട്ടോ, ഫോട്ടോസിന്തസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ആ സമയത്തും ഇതുപോലെ സ്ട്രക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല. സോ യു ഹാവ് ടു ലേൺ ദി സ്ട്രക്ചർ. ലൂമൻ, തൈലക്കോയിഡ് ലൂമൻ എന്ന് പറയും. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ, അല്ലെ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സ്ട്രോമയുടെ സിഗ്നിഫിക്കൻസ്, തൈലക്കോയിഡിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് ചോദിക്കാം. ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിന്തസിസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ഫോട്ടോസിന്തസിന് രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. രണ്ട് സ്റ്റെപ്പ് അല്ല, രണ്ട് ഡിഫറെന്റ് ഇവന്റ്സ് ഉണ്ട്. ഒന്ന് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നതും ഒന്ന് ലൈറ്റ് ഇല്ലാതെ നടക്കുന്നതാണ്. ലൈറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ലൈറ്റ് വേണ്ടെന്നല്ല, ലൈറ്റ് ഇല്ലെങ്കിലും നടക്കുന്ന ഒരു പ്രോസസ്സ്. അതിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള പിഗ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്നത് ഈ ഗ്രാന പോർഷനിലാണെങ്കിൽ, ബാക്കി ഡാർക്ക് റിയാക്ഷൻസിന്റെ, അതായത് ദ ആക്ച്വൽ ഫുഡ് പ്രോസസ്, ഫുഡിന്റെ സിന്തസിസ് നടക്കുന്ന പ്രോസസ്, അത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എൻസൈംസ് വേണം. നിങ്ങൾ പഠിക്കുന്നുണ്ട് ബയോമോളിക്യൂൾസിന്. എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസ് ആർ catalyzed by enzymes in our body, അല്ലേ? സോ ഇതിനും എൻസൈംസ് ആവശ്യമാണ്. ആ എൻസൈംസ് കാണുന്നത് സ്ട്രോമയിലാണ്. ഞാനിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സിൽ പഠിക്കുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കാം. സ്ട്രോമ കണ്ടെയ്ൻസ് എൻസൈംസ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ഫോട്ടോസിന്തസിസിൽ രണ്ട് വേറെ ഇവന്റുകൾ ഉണ്ട്. ലൈറ്റ് അബ്സോർബ് ചെയ്യാന്ന് പറയുന്ന ഒരു ഇവന്റും, ആ അബ്സോർബ് ചെയ്ത എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഇവന്റും. ഇതിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ട ആൾക്കാരൊക്കെ ഇരിക്കുന്നത് തൈലക്കോയിഡ്സിൽ അല്ലെങ്കിൽ ഗ്രാന പോർഷനിലാണെങ്കിൽ, അത് കഴിഞ്ഞ് ബാക്കി ശരിക്കും നടക്കുന്ന ആ കെമിക്കൽ സ്റ്റെപ്പ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സ്റ്റെപ്പ്, അതിന് വേണ്ട എൻസൈംസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് സ്ട്രോമയിലുമാണ്. മൈറ്റോകോൺട്രിയയുടെ പോലെ തന്നെ ഇവരും എന്താണ്, ഒരു സെമി ഓട്ടോണോമസ് ഓർഗനൽ ആണ്. ഇൻ ദ സെൻസ് ദേ ഹാവ് ദെയർ ഓൺ
DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്, റൈബോസോം ഉണ്ട്. ആ റൈബോസോമും നമ്മുടെ പ്രൊകാരിയോട്സിനെ പോലെ തന്നെയാണ് 70S ആണ്. ബാക്കി RER കാണുന്ന അല്ലെങ്കിൽ സൈറ്റോപ്ലാസിൽ കാണുന്ന യൂക്കാരിയോട്ടിക് റൈബോസോംസ് 80S ആണ്. ക്ലിയർ ആണോ? റൈബോസോം നോക്കാം. These are granular structures first observed under electron microscope as dense particle by George Ballard. Match the following ഒക്കെ ആയിട്ട് നമുക്ക് സയന്റിസ്റ്റുകളുടെ പേരുകൾ വേണമെങ്കിൽ അവർക്ക് വെക്കാം. ജോർജ് ബലേഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. 2 സബ് യൂണിറ്റ് ഉണ്ട്, ലാർജ് സബ് യൂണിറ്റും അത് ഇന്നലെ പറഞ്ഞിരുന്നു, സ്മോൾ സബ് യൂണിറ്റും. ട്രാൻസ്ലേഷന്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിന്റെ സമയമാകുമ്പോൾ ഇവർ ഒരുമിച്ച് വന്ന് ചേരും. ശരിയാണല്ലോ? റൈബോസോം എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ല. It's not surrounded by membrane. കണ്ടോ? It's not surrounded by membrane. ഇനി ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ആരൊക്കെയാണ്? RNA, റൈബോന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻസും. സോ ഇതൊരു ന്യൂക്ലിയോ പ്രോട്ടീൻ കോംപ്ലക്സ് ആണെന്ന് പറയാം. യൂക്കാരിയോട്ടിക് റൈബോസോം, സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന റൈബോസോം 80S ആണ്. എന്നാൽ മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും കാണുന്നത് 70S ആണ്. 80Sന്റെ 2 സബ് യൂണിറ്റ്സ് ആണ് 60Sഉം 40Sഉം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് ദിസ് എസ്? ഒരു സയന്റിസ്റ്റിന്റെ പേരിന് കൊടുത്തു വെച്ചിരിക്കുന്നതാണ്. സ്വെഡ്ബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ യൂണിറ്റ്, ഐ മീൻ ആ പേരിലാണ് യൂണിറ്റ് പറയുന്നത്. സ്വെഡ്ബർഗ്സ് യൂണിറ്റ്, അതാണ് യെസ്. ഇറ്റ്സ് എൻ മെഷർ അല്ലെങ്കിൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. ഇവര് സെഡിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ആഡ് ചെയ്യുക, സിങ്ക് ചെയ്യുക അല്ലെ? ഐ മീൻ താഴേക്ക് സെഡിമെന്റ് ചെയ്യാം. അത് അതിന്റെ ഡെൻസിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് എത്ര ഫാസ്റ്റ് ആയിട്ട് സെഡിമെന്റ് ചെയ്യും എന്നുള്ളതൊക്കെ. അതിന്റെ ഒരു മെഷർ ആണ് ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് നിങ്ങളോട് ചോദിക്കാവുന്നത് ഓരോ റൈബോസോം എന്ത്, പ്രോകാരിയോട്ടിക് ഏതാണ്, യൂക്കാരിയോട്ടിക് ഏതാണ്, സബ് യൂണിറ്റ് ഏതാണ്, ഫംഗ്ഷൻ എന്താണ്, ഇവർക്ക് ചുറ്റും മെംബ്രെയിൻ ഉണ്ടോ, എന്തിന്റെയൊക്കെ കോംപ്ലക്സ് ആണ് റൈബോസോം, ഇത് ഏത് സയന്റിസ്റ്റ് ആണ് ഇതിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ്? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണോ? എന്നിട്ട് മതിയോ നമുക്ക് ബാക്കി ചാപ്റ്റർ തീരാറായി? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങും. രാവിലെ തന്നെ ഞാൻ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ? 20 ഇതിന്റെ ആൻസർ പറഞ്ഞേ. സാധാരണ രീതിയിൽ ഞാൻ പ്രാക്ടീസ് ഇടുമ്പോ നിങ്ങൾക്ക് നീറ്റിൽ വരുന്ന അതേ പാറ്റേൺസ് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, അസേഷൻ റീസൺ ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരിക്കും. അതും അവരിങ്ങനെ കഴിയും തോറും സ്റ്റേറ്റ്മെന്റുകളുടെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നീറ്റിനെ പഠിക്കണമെങ്കിൽ NCERT തുറന്നു വയ്ക്കുക, എവറി വേർഡ് എവറി സെന്റൻസ് വായിക്കുക. ഇതൊന്ന് പറഞ്ഞ ആൻസർ. പ്ലാന്റ് സെൽസ് പൊസസ് സെൽ വാൾ, ശരിയാണോ? ഉണ്ടോ? ഇല്ലേ? ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് അവസാനം പ്ലാന്റിൽ സെൽ വാൾ ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയില്ലാവില്ലേ? ഉണ്ട്, സെൽ വാൾ ഉണ്ട്. പ്ലാസ്റ്റിഡ് ഉണ്ടോ? ഉണ്ട്. ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്. ഇതൊന്നും ആനിമൽ സെൽസിൽ ഇല്ലാന്ന്, ശരിയല്ലേ? ലാർജ് സെൻട്രൽ വാക്യൂൾ ഒന്നും ആനിമൽ സെൽസിൽ ഇല്ല. ഓക്കെ, ഇനി അങ്ങനെ നോക്കുവാണെങ്കിൽ ആനിമൽ സെൽസ് അപ്പൊ എടുത്ത് പറയും നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, ശരി സമ്മതിച്ചു, പക്ഷെ എന്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു ഓർഗനല്, അത് പ്ലാന്റ് സെൽസിൽ ഇല്ല. Animal cells have centrioles which are absent in almost all plant cells. Plant cell വലിയ വീരവാദമൊക്കെ മുഴക്കും, എന്റെ കയ്യിൽ സെൽ വാൾ ഉണ്ട്, എന്റെ കയ്യിൽ പ്ലാസ്റ്റിഡ് ഉണ്ട്, എന്റെ കയ്യിൽ വാക്യൂൾ ഉണ്ട്. അപ്പൊ ആനിമൽ സെൽസ് എടുത്ത വഴിക്ക് പറയും ഓക്കെ എന്റെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും എന്റെ കയ്യിൽ എന്തുണ്ട്? സെൻട്രിയോൾ ഉണ്ടെന്ന് പറയും. ഓക്കെ, സെൻട്രിയോൾ എന്താന്ന് പഠിക്കാം കേട്ടോ. നമ്മുടെ സെൽ ഡിവിഷനിൽ എന്താണ് സ്പിൻഡിൽ ഫൈബേഴ്സ് സ്ട്രക്ചർ ആനിമൽ സെൽസിൽ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത് സെൻട്രിയോൾസ് ആണ്. അങ്ങനെ ഒരു സാധനം പ്ലാന്റ് സെൽസിൽ ഇല്ല. സ്പിൻഡിൽ ഫൈബേഴ്സ് ഇല്ല എന്നല്ല പറയുന്നത്, സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു ഓർഗനൽ ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പലരും വിട്ടുകളയും. അത് എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ഒരു ഓവർവ്യൂല് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഒന്ന് മറ്റൊന്നിന്റെ എക്സ്പ്ലനേഷൻ ആണോ? ആണോ? അല്ലല്ലോ, 2 വേറെ വേറെ സ്റ്റേറ്റ്മെന്റ്സുകളല്ലേ. സോ ഓപ്ഷൻ എന്തായിരിക്കും? A and R are true, but R is not the correct explanation of A. Correct alle? Which of the following are not considered as an endomembrane system? Not
ക്വസ്റ്റ്യൻ വരുമ്പോ ഈ നോട്ട് ആണോ ട്രൂ ആണോ റോങ് ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ. ചാടി കയറി ആൻസർ ചെയ്യരുത്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്തായിരുന്നു? EGLV, ശരിയല്ലേ? Yes, ma'am. നോട്ട് കൺസിഡേർഡ്. ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അത് ഓപ്ഷൻസ് എടുത്തിട്ടില്ല എന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞു ഏതൊക്കെയല്ലാത്തത്? മൈറ്റോകോൺട്രിയ അല്ലല്ലോ, ക്ലോറോപ്ലാസ്റ്റും അല്ലല്ലോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ്, ശരിയല്ലേ? The cytoplasm of neighboring plant cell is connected by രണ്ട് adjacent plant cells ന്റെ cytoplasm തമ്മിലുള്ള കണക്ഷൻ പ്ലാസ്മോഡെസ്മാറ്റ. രണ്ട് adjacent plant സെല്ലുകൾ തമ്മിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്നത് മിഡിൽ ലാമെല്ലയാണ്. സിമന്റ് ചെയ്യുന്ന പോലെ ഗ്ലൂ ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, രണ്ടുപേരുടെയും സൈറ്റോപ്ലാസം തമ്മിൽ പെട്ടെന്ന് റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ് മെറ്റീരിയൽസ്. അത് പ്ലാസ്മോഡെസ്മാറ്റയാണ്. ഓക്കെ, network of tiny tubular structures scattered in cytoplasm is called network. ഓരോന്ന് നോക്കാം. മൈറ്റോകോൺട്രിയ അങ്ങനത്തെ ടൈനി ട്യൂബുലർ സ്ട്രക്ചർ ആണെന്നല്ല പറയുന്നത്. റൈബോസോം ഒരു ഗ്രാനുലർ സ്ട്രക്ചർ ആയിട്ടാണ് പറയുന്നത്. ഗോൾജി ബോഡീസും അല്ല, അത് ഫ്ലാറ്റ് ആൻഡ് പാരലി അറേഞ്ച്ഡ് സാക്സ് എന്നൊക്കെയാണ് പറയുന്നത്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെറ്റിക്കുലം ഓഫ് ടൈനി ട്യൂബുലർ സ്ട്രക്ചേഴ്സ്. ഞാൻ എടുത്തു ഞാൻ പറഞ്ഞിരുന്നു, അപ്പോഴേ പറയുന്നു. റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ആവും. നെറ്റ്വർക്ക് എന്നൊക്കെ അവർക്ക് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാലോ. ഡെഫിനിഷൻസ് ഒക്കെ വായിക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധയോടുകൂടി വായിക്കാം കേട്ടോ. In animal cells, lipid-like steroidal hormones are synthesized in vacuole storage ആണ്. ലൈസോസം ഒരു ക്ലീനിങ്ങിന്റെ ആളാണ്. ക്ലീനിങ് ഇൻ ദ സെൻസ് വേസ്റ്റുകളൊക്കെ കളയുന്ന ഒരാളാണ്. RER റൈബോസോം ഉള്ളത് കൊണ്ട് പ്രോട്ടീനിലോട്ട് വിടുന്ന ആളാണ്. ലിപ്പിഡ് എന്നുള്ള പേര് പറഞ്ഞാൽ ഞാൻ ആരെ നോക്കാനാ പറഞ്ഞത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, RER is frequently observed in the cells actively involved in the synthesis of. RER ആണ്. RER നെ കൂടുതലായിട്ട് കാണുക എങ്ങനത്തെ സെല്ലുകളിലായിരിക്കും? ലിപ്പിഡ് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ, പ്രോട്ടീൻ ആണോ, ഫാറ്റ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ? RER എന്ന് പറഞ്ഞാൽ റൈബോസോം ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. റൈബോസോം ഉള്ളത് കൊണ്ട് അത് എന്തിന്റെ സിന്തസിസ് ആയിരിക്കാനാണ് സാധ്യത? പ്രോട്ടീൻ അല്ലേ? ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾജി ബോഡീസ് ആർ കോൾഡ്. ഗോൾജി ബോഡീസിലെ ആ സാക്സിനെ പറയുന്ന പേരെന്താണ്? ഡോഗ് അല്ലേ? സിസ്റ്റേണ അല്ലേ? ക്രിസ്റ്റേ മൈറ്റോകോൺട്രിയയാണ്. തൈലക്കോയിഡും ഗ്രാനും ക്ലോറോപ്ലാസ്റ്റിൽ വരുന്നതാണ്. Then what is left? Cystine. Important site of formation of glycoproteins and glycolipids. ഇതെങ്ങനെ ഞാൻ ഓർത്തു വെക്കാൻ പറഞ്ഞേ? ഉണ്ട് അല്ലേ? ഗോൾജി ബോഡീസ്. സി, നിങ്ങൾ പഠിക്കുമ്പോ ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പോലെ വരച്ചിട്ട് ഒരു ഓർഗനലും അതിന്റെ ഫങ്ഷൻസ് മാത്രം, ഓർഗനലും അതിന്റെ കറസ്പോണ്ടിങ് ഫങ്ഷനും, അത് ലാസ്റ്റ് മൊമെന്റ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും NCERT പകരം വേറൊന്നും ആവില്ല. ലാസ്റ്റ് മൊമെന്റിൽ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ള ഓർഗനൽ ഏതാന്ന്? ഈ ഒരു ബാഗ് തുറന്നു കഴിഞ്ഞാൽ നശിപ്പിച്ച് കളഞ്ഞോളൂ ഒക്കത്തിന്. യെസ്, ലൈസോസോം. Which of the following organelle is not membrane bound? Ribosome. Select one which is not true for ribosome. Made of 2 subunits. ശരിയാണോ? Yes, sir. Form polysome. ഇന്നലെ പഠിച്ചില്ലേ? Single mRNA attached to several ribosome. May attach to mRNA. Yes, definitely. അല്ലെങ്കിൽ എങ്ങനെ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുക അല്ലേ? Have no role in protein synthesis. അത് റൈബോസോം സമ്മതിക്കോ? അത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ? Plastic differs from mitochondria on the basis. പ്ലാസ്റ്റിഡും മൈറ്റോകോൺട്രിയയും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടുപേർക്കും 2 ലെയർ മെംബ്രെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. രണ്ടുപേരും ഡബിൾ അല്ലേ? രണ്ടുപേർക്കും സ്വന്തമായിട്ട് റൈബോസോം ഉണ്ടല്ലോ. രണ്ടുപേർക്കും സ്വന്തമായിട്ട് DNA ഉണ്ടല്ലോ. തൈലക്കോയിഡ് കാണുന്നത് ആർക്ക് മാത്രം? പ്ലാസ്റ്റിഡിന്റെ ഉള്ളിൽ. ഇതാണ് ആൻസർ കേട്ടോ.
C. Which of the following functions is carried out by cytoskeleton? എടുത്തിട്ടില്ല, എടുക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ സൈറ്റോസ്കെൽറ്റന്റെ ക്വസ്റ്റ്യൻ 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇത് പറയാം. Which of the following is not true with respect to endoplasmic reticulum? Not true. വേഗം പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം ഇത് മാർക്ക് ചെയ്ത് വെക്കാം. നോട്ട് ട്രൂ ആണോ, ട്രൂ ആണോ, എന്താണ് അവർ ചോദിച്ചിരിക്കുന്നതെന്ന്. SCR റൈബോസോം ഇല്ല, ശരിയാണോ? അതുകൊണ്ടല്ലേ അത് സ്മൂത്ത് ആയത്, ശരിയല്ലേ? In prokaryotes only RER is present. SCR has the site of lipid synthesis. ശരിയാ. RER has ribosome attached to ER. ഈ second statement എന്താ wrong? Second statement what is wrong? Prokaryotes only RER is present. Prokaryote RER ഉണ്ടോ? അതൊരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ലേ? അല്ലേ? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രൊകാരിയോട്സിൽ ഉണ്ടോ? ഇല്ല, അല്ലേ? റൈബോസോം ഉണ്ട്, പക്ഷെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടോ? ഇല്ല. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും ഇല്ല, മൈറ്റോകോൺട്രിയ ഇല്ല, ഗോൾജി ബോഡീസ് ഇല്ല, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഓർഗനൽസും ഇല്ല. സോ അതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണോ? അല്ല. സോ പ്രൊകാരിയോട്സിൽ ആക്ച്വലി ഈ സാധനം ഇല്ല. ഓൺലി എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, ഇത് അവിടെ ഇല്ല. RER ഇല്ല, റൈബോസോം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തതന്നെ. പക്ഷെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നല്ല, ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അവിടെ ഇല്ല. ശരിയാണോ? അടുത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8. ലൈസോസോം ഹാവ് ന്യൂമറസ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. ശരിയല്ലേ? ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഓഫ് ലൈസോസോം ആർ ആക്റ്റീവ് അണ്ടർ അസിഡിക് pH. ശരിയാണ്. Lysosomes are membrane bound structures. ശരിയാണ്. Lysosomes are formed by the process of packaging in endoplasmic reticulum. അത് ശരിയാണോ? ഗോൾജിയിലാണ്. ഇത് റോങ് ആണ്. Which are the following pair of organelles does not contain DNA? DNA ഇല്ലാത്ത പെയർ ഏതാന്നാ ചോദിക്കുന്നത്. മൈറ്റോകോൺട്രിയ, ലൈസോസോം. ഇതിൽ ലൈസോസോംസിന് ഇല്ലാന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയക്ക് ഉണ്ടല്ലോ. ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് വാക്യൂൾ. വാക്യൂൾ ഇല്ലെങ്കിലും ക്ലോറോപ്ലാസ്റ്റിന് ഉണ്ട്. ന്യൂക്ലിയസ് എൻവലപ്പ് ആൻഡ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയക്ക് ഉണ്ട്, ന്യൂക്ലിയസിന് ഉണ്ട്. ഇതിപ്പോ എൻവലപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കണ്ട. പിന്നെ രണ്ടു പേർക്കും ഇല്ലാണ്ട് വരുന്ന ഓപ്ഷൻ ഏതാ? സി അല്ലേ? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിന്റെ തൊട്ട് മുകളിലത്തെയും പ്രീവിയസ് ഇയർ ആണ്, അതിന്റെ മുകളിലത്തെയും പ്രീവിയസ് ഇയർ ആണ്. സി ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനൊരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാ ഭാഗവും ഇവർ കവർ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ. Which of the following statement regarding mitochondria is incorrect? Outer membrane is permeable. ശരിയാണ്. ഇനിയിപ്പോ ഇത് അറിഞ്ഞില്ലെങ്കിൽ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. Enzymes of electron transport are embedded in outer membrane. അത് തെറ്റാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷനിൽ വരുന്ന ഒരു മെയിൻ സ്റ്റെപ്പ് ആണ്. അതിന്റെ എൻസൈംസ് കാണുന്നത് ഇന്നർ മെംബ്രെയിനിലാണ്. അതുകൊണ്ടാണ് ഇന്നർ മെംബ്രെയിന്റെ സർഫസ് ഏരിയ കൂട്ടുന്നത് by forming crystal. So outer membrane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is wrong. Inner membrane-ലാണ്. Inner membrane is convoluted with infoldings. ശരിയാണ്. Mitochondrial matrix contains a single circular DNA molecule and ribosomes. അത് correct ആണ്. So wrong വരുന്നത് സ്റ്റേറ്റ്മെന്റ് ബി ആണ്. അതിന് കാരണം outer membrane എന്ന് പറഞ്ഞു. Inner membrane ആണ് ശരി. Okay. Which of the following organelle is not surrounded by a double membrane? ചുറ്റും ഡബിൾ മെംബ്രെയിൻ ഇല്ലാത്തത് ആർക്കാണെന്ന്? മൈറ്റോകോൺട്രിയക്ക് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിനുണ്ട്, പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ന്യൂക്ലിയസിനും ഉണ്ട്. ഇല്ലാത്തത് ആർക്കാ? വാക്യൂളിന്റെ സിംഗിൾ മെംബ്രെയിനെ പറയുന്ന പേര് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ്. ഓക്കെ. The site for aerobic respiration. Site for aerobic respiration. Energy production. Mitochondria. Mitochondria. Eleuroplast. Spelling il R ഉണ്ട്. Protein. Protein. Eleoplast. Eleo, oil. ഇതായിരിക്കും oil and fat. Amyloplast. Store protein. Starch. Plastid that gives the part of the plant yellow, orange, red color. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ക്ലോറോ, അല്ലെങ്കിൽ ക്രോമോ, അല്ലെങ്കിൽ ലൂക്കോ. ഗ്രീൻ ആണെങ്കിൽ ക്ലോറോ, കളർ ഇല്ലെങ്കിൽ ലൂക്കോ. കളർ ഉണ്ട് പക്ഷെ അത് ഗ്രീൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാ? ക്രോമോപ്ലാസ്റ്റ്.
നമ്മൾ WBC പറയുന്ന വേറെ പേരെന്തായിരുന്നു? ല്യൂക്കോസൈറ്റ് എന്നായിരുന്നില്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? കളർലെസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ വൈറ്റ് എന്നല്ലേ പറയുന്നത്? ശരിയല്ലേ? അപ്പൊ ല്യൂക്കോ എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ കളർലെസ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. The space limited by inner membrane of chloroplast is called. ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെമ്പറൈൻ ആണെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? തൈലക്കോയിഡിന്റെ ഉള്ളിലത്തെ സ്പേസ് ആണ് തൈലക്കോയിഡ് ലൂമൻ. ഇതാണ് തൈലക്കോയിഡ് ലൂമൻ. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഹോൾ സെല്ലിന്റെ ഉള്ളിലത്തെ ഭാഗമാണ്. മാട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ മൈറ്റോകോൺഡ്രിയയിലാണ് ആ വേർഡ് യൂസ് ചെയ്യുക. ക്ലോറോപ്ലാസ്റ്റിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നത് എന്താ? സ്ട്രോമ. സ്ട്രോമ. ഓക്കെ, ആൻസർ വരാൻ പോകുന്നത് ഏതാ? സ്ട്രോമ. Enzymes required for the synthesis of carbohydrate and protein is present in. ഒരു പ്ലാന്റില് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ്, അതിനുള്ള എൻസൈംസ് ഒക്കെ ഉള്ളത് എവിടെയാണെന്നാ പറയുന്നത്? സ്ട്രോമയിലാണ് കേട്ടോ. സ്ട്രോമയിലാണ്. ഇത് പഠിക്കും. ഇനി നമ്മൾ വേറൊരു ചാപ്റ്ററിലും കൂടി പഠിക്കും. Which of the following is or are possess 70S ribosome? 70S ribosome ഉള്ളത് ആർക്കൊക്കെയാണ്? വേഗം പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റിലുള്ള റൈബോസോം എങ്ങനെയാ? 70S അല്ലേ? മൈറ്റോകോൺഡ്രിയയിലെ റൈബോസോം 70S ആണ്. പ്രോകാരിയോട്സിലെ റൈബോസോമും 70S ആണ്. നേരെ മറിച്ച് യൂകാരിയോട്സിൽ കിടക്കുന്ന ബാക്കി റൈബോസോംസ് ഒക്കെ എന്താണ്? 80S ആണ്. സോ ആൻസർ വരാൻ പോകുന്നത് ഏതാ? ABC അല്ലേ? അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ഇതാണെന്നറിയോ? സൈറ്റോസ്കെൽട്ടൺ. സി, നിങ്ങളിപ്പോ ലോക്കോമോഷനും മൂവ്മെന്റും പഠിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്ന ആളാരാ? സ്കെൽട്ടൺ അല്ലേ? അല്ലേ? നമ്മുടെ ഹോൾ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്ന ആളാരാ? സ്കെൽട്ടൺ ആണ്. ഇതേപോലെ സെല്ലിനും ഉണ്ട് ഒരു സ്കെൽട്ടൺ. സെല്ലിന് ഷേപ്പ് കൊടുക്കുന്ന ഒരു സ്കെൽട്ടൺ, അതാണ് സൈറ്റോസ്കെൽട്ടൺ. ഈ സൈറ്റോസ്കെൽട്ടണിൽ വരുന്ന പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, ഇറ്റ്സ് നത്തിങ്. സൈറ്റോസ്കെൽട്ടൺ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഫിലമെന്റസ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്, പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സ് ആണ്. 3 ആൾക്കാരാണ് സൈറ്റോസ്കെൽട്ടണിൽ വരുന്നത്: മൈക്രോട്യൂബ്യൂൾ, മൈക്രോഫിലമെന്റ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്. ഈ മൈക്രോഫിലമെന്റ് നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടോ? ആക്റ്റിനും മയോസിനും ഒക്കെ മസിൽസിൽ പഠിച്ചല്ലോ. ഇങ്ങനെയുള്ള 3 ആൾക്കാരാണ് സൈറ്റോസ്കെൽട്ടണിൽ മെയിൻ ആയിട്ട് വരുന്നത്. നത്തിങ് ബട്ട് ഫിലമെന്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സ്. ഫിലമെന്റ് പോലത്തെ ട്യൂബ് പോലത്തെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്. സെല്ലിന് സ്ട്രക്ചർ കൊടുക്കുന്ന, ഇന്റഗ്രിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് സൈറ്റോസ്കെൽട്ടൻസ്. ഇത് ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ വർഷം ഇത് ചോദിച്ചു. അതുവരെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ്, അല്ല അങ്ങനെയല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈറ്റോസ്കെൽട്ടൺ എന്നായിരുന്നു. സൈറ്റോസ്കെൽട്ടണിന്റെ ഫംഗ്ഷൻ എന്താണെന്നായിരുന്നു ചോദിച്ചിരുന്നത്. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ശരിയാണ്, സെല്ലിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും ഷേപ്പ് കൊടുക്കുന്നതും ഇവരാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ആക്റ്റിനും മയോസിനൊക്കെ എവിടെ പഠിക്കുന്നത്? മൂവ്മെന്റിലല്ലേ. സോ മോട്ടിലിറ്റിയിലും ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? സൈറ്റോസ്കെൽട്ടൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ അന്ന് ഓപ്ഷനിൽ മോട്ടിലിറ്റി ഉണ്ടായിരുന്നു. സോ യു ഹാഡ് ടു സെലക്ട് വാട്ട്? മോട്ടിലിറ്റി. സോ സൈറ്റോസ്കെൽട്ടൺ എന്താന്ന് ചോദിച്ചിട്ടില്ല, ചോദിക്കാം. ഈ ഇതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് ചോദിച്ചു കണ്ടേക്കണത്. അതിന് മുന്നിലൊന്നും അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഇയർ അവർ ചോദിച്ചു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് സൈറ്റോസ്കെൽട്ടൺ എന്ന്. സോ മെക്കാനിക്കൽ സപ്പോർട്ട്, ഷേപ്പ് കൊടുക്കുക, മോട്ടിലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ അവരുടെ ഫംഗ്ഷൻ. ഇനി സൈറ്റോസ്കെൽട്ടന്റെ അടിയിൽ പഠിക്കാൻ കിടക്കുന്ന മെയിൻ 2 ആൾക്കാർ, അത് കഴിഞ്ഞ് ഇനി ഇങ്ങനെയുള്ള മൈക്രോട്യൂബ്യൂള് സൈറ്റോസ്കെൽട്ടണിൽ വരുന്ന ഒരാളാണ് മൈക്രോട്യൂബ്യൂൾസ്. അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള 2 മോട്ടിലിറ്റി സ്ട്രക്ചേഴ്സ് ആണ് സീലിയയും ഫ്ലജല്ലയും. ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂകാരിയോട്ടിക് ഫ്ലജല്ലയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സീലിയ നമ്മൾ പ്രൊകാരിയോട്സിൽ പറയാറില്ല, യൂകാരിയോട്സിലാണ് പറയാം. ഫ്ലജല്ല രണ്ടിടത്തും ഉണ്ട്, പ്രൊകാരിയോട്സിലും ഉണ്ട് യൂകാരിയോട്സിലും ഉണ്ട്. പക്ഷെ പ്രൊകാരിയോട്ടിക് ഫ്ലജല്ലയുടെ സ്ട്രക്ചർ വേറെയാണ്. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് യൂകാരിയോട്ടിക് ഫ്ലജല്ലയാണ്. സീലിയ സിംഗുലർ സീലിയം, ഫ്ലജല്ല ഫ്ലജല്ലം. ഹെയർ ലൈക്ക് ഔട്ട്ഗ്രോത്ത്സ് ആണ് സെൽ മെംബ്രെയിൻ്റെ. ഓക്കെ, സീലിയ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പാരമീസിയത്തിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർത്ത് നോക്കുക. ഇറ്റ് വർക്ക് ലൈക്ക് ഓർ കോസിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഐദർ സെൽ ഓർ സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഇതൊരു സെല്ലാണെങ്കിൽ ഇതിന് ചുറ്റും കുറെ കുഞ്ഞു കുഞ്ഞു ഹെയർ പോലത്തെ സ്ട്രക്ചേഴ്സ് കാണും.
അതാണ് സീലിയ. ഫ്ലജല്ല കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എങ്ങനെയാണെന്നാ പറയുന്നത്, ലോങ്ങർ ആണ്, റെസ്പോൺസിബിൾ ഫോർ ദ സെൽ മൂവ്മെന്റ്. The prokaryotic bacteria also possess flagella, but these are structurally different from that of eukaryotic flagella. രണ്ടും ഫ്ലജല്ല തന്നെയാണെങ്കിൽ അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഇനി എന്താ, ഇനി സീലിയ ഓർ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. ഇവരുടെ കോർ, അവരുടെ ആ ഒരു മെയിൻ സെൻട്രൽ സ്ട്രക്ചറിന്റെ കോറിനെ പറയുന്ന പേര് ആക്സോണിയം എന്നാണ്. ഇറ്റ് പോസസ് നമ്പർ ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ഇതൊരു സൈറ്റോസ്കെൽട്ടൺ അല്ലേ, മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട് റണ്ണിങ് പാരലൽ ടു ലോങ് ആക്സിസ്. അതായത് സീലിയ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഇതൊരു സെൽ സർഫസ് ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് സീലിയ എന്ന് വിചാരിക്കുക. ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഈ കവറിങ് പ്ലാസ്മ മെംബ്രെയിൻ ആണെന്നാണ് പറയുന്നത്. ഈ സീലിയയുടെ ഉള്ളില് കുറെ എന്തുണ്ടെന്നാ പറയുന്നത്, ഒരു ലോങ് ആക്സിസിന് പാരലൽ ആയിട്ട് കിടക്കുന്ന കുറെ ഫിലമെന്റസ് ആയിട്ടുള്ള മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് പഠിക്കുവാണ് കേട്ടോ നമ്മൾ അടുത്തത്. ഇതാണ് ഒരു മൈക്രോസ്കോപ്പിക് വ്യൂവും പിന്നെ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ നോക്കുകയാണ്. സോ എന്താണ് ഉള്ളതെന്ന്, ഇതിന്റെ കോറിനെ വിളിക്കുന്ന പേരാണ് ആക്സോണിയം. കോറിനെ വിളിക്കുന്ന പേരാണ് ആക്സോണിയം. ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ദ ആക്സോണിയം യൂഷ്വലി ഹാസ് 9 doublets of radially arranged peripheral microtubule and a pair of centrally located microtubule. ഡയഗ്രാം നോക്കാം. പെരിഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കിടക്കുന്ന, പുറത്തുനിന്ന് പറഞ്ഞാൽ പെരിഫറിയിൽ കിടക്കുക കേട്ടോ, അല്ലാണ്ട് സെല്ലിന് പുറത്തുനിന്നല്ല ഉദ്ദേശിക്കുന്നത്. പെരിഫറിയില് ഡബിളറ്റ്സ്, ഇവിടെ 2 സർക്കിൾസ് കണ്ടോ, 1ഉം 2ഉം, ഇവരെയാണ് ഡബിളറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ എത്ര പേരുണ്ടെന്ന് നോക്കിയേ, 1 2 3, വേഗം എണ്ണിക്കഴിഞ്ഞാൽ വേഗം കഴിയും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എണ്ണിക്കൊണ്ടിരിക്കും. 4 5 6 7 8 9 അല്ലേ ഉള്ളത്. സോ അതാണ് അവർ പറയുന്നത് 9 doublets of radially arranged peripheral microtubules. എത്ര പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്? 9. അതെങ്ങനെയാണ്, സിംഗ്ലറ്റ് ആണോ ഡബിളറ്റ് ആണോ? ഡബിളറ്റ് ആണ്, ശരിയല്ലേ? ശരിയല്ലേ? ഇനി സെൻട്രൽ എത്ര എണ്ണം കിടക്കുന്നുണ്ട്? സെൻട്രലില് പെയർ, ഒരു പെയർ, 2 പേരല്ലേ നോക്കിയേ, 1ഉം 2ഉം, ശരിയല്ലേ? ഇനി ഈ സെൻട്രൽ മൈക്രോട്യൂബ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ സെൻട്രൽ മൈക്രോട്യൂബ്യൂളിന്റെ ചുറ്റും ഒരു സെൻട്രൽ ഷീത്ത് ഉണ്ട്. ഇതാണ് സെൻട്രൽ ഷീത്ത്, കണ്ടോ? സെൻട്രൽ ഷീത്ത് ഉണ്ട്. ഇവിടുന്ന് പെരിഫറൽ മൈക്രോട്യൂബ്യൂളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട്, അതിനെയാണ് റേഡിയൽ സ്പോക്ക് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? പെരിഫറൽ മൈക്രോട്യൂബ്യൂളുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. ഇതാ കണ്ടോ, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേര് പഠിച്ചു വെക്കുക, 9+2 അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ 9+2 അറേ എന്ന് പറയും. കാരണം എന്താ, 9 പെരിഫറൽ ഡബ്ലറ്റ്സും 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസും. സെൻട്രൽ ഉള്ളതിന് ഡബ്ലറ്റ് എന്ന് വിളിക്കരുത്, ഒരേ ഒറ്റ സിംഗിൾ അല്ലേ, സർക്കിൾ അല്ലേ. ക്ലിയർ ആണോ? അപ്പൊ നോക്കാം, the axonium usually has 9 doublets of radially arranged peripheral microtubules and a pair of centrally located microtubules. അത് മനസ്സിലായോ? 9 doubletum ഒരു സെൻട്രലും. Such an arrangement of axonal microtubule is called 9+2 array. Central tubules are connected by bridges. ശരിയല്ലേ? സെൻട്രലിലുള്ള ആൾക്കാരെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. And is also enclosed by central sheath. അവർ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ ഷീത്ത് ഉണ്ട്, അതും ശരിയല്ലേ? യെസ്. Which is connected to one of the tubules of each peripheral doublets by a radial spoke. ഇവിടുന്ന് പെരിഫറൽ ഡബ്ലറ്റിലെ ഒരു എണ്ണത്തിലോട്ട് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ആ കണക്ഷനെ പറയുന്ന പേര് റേഡിയൽ സ്പോക്ക് ആണ്. അങ്ങനെ എത്ര റേഡിയൽ സ്പോക്ക് ഉണ്ട്? 9 റേഡിയൽ സ്പോക്ക് ഉണ്ട്. ശരിയാണോ നോക്കിയേ? ശരിയല്ലേ? 9 ഡബ്ലറ്റ് ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 റേഡിയൽ സ്പോക്ക് ഉണ്ട്. The peripheral doublets are also linked by linkers. പെരിഫറൽ ഡബ്ലറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ലിങ്കർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. Both the cilium and flagellum emerge from centriole-like structure called basal body. ഫ്ലജല്ലയുടെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ ഇന്നലെ ബാക്ടീരിയ ഫ്ലജല്ല പറഞ്ഞു. ബേസൽ ബോഡി ഒരു സെല്ലിന്റെ, ഇതൊരു സെല്ലാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സെല്ല് വരച്ചില്ലേ, സെല്ല് വരയ്ക്കുവാണെങ്കിൽ ഇത് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ആയിട്ട് ഒരു സെൻട്രിയോൾ പോലത്തെ, സെൻട്രിയോൾ എന്താണെന്ന് നമ്മൾ പഠിക്കും, ഒരു ബേസൽ ബോഡി ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ പറയുന്ന സീലിയ എമർജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ഇവിടെ നിന്ന് നിങ്ങളോട് ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് സീലിയ ഫ്ലജല്ല എന്നൊന്നും ചോദിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്താണ്, 9+2. ഇതിന്റെ കോറിന്റെ പേരെന്താണ്, ആക്സോണിയം. എത്ര ഡബ്ലറ്റുകൾ ഉണ്ട് പെരിഫറലില്, 9 ഡബ്ലറ്റുകൾ ഉണ്ട്. എത്ര സെൻട്രൽ ആൾക്കാരുണ്ട്, ഒരു പെയർ ഉണ്ട്. ക്ലിയർ ആയോ? സെൻട്രലിനെ കവർ ചെയ്ത് കാണുന്ന ഷീത്ത് ഉണ്ടോ, ഉണ്ട്. ഷീത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കണക്ഷൻ ഉണ്ടോ, ഉണ്ട്. അതിനെ എന്താ പറയാ, റേഡിയൽ സ്പോക്ക് എന്നാ പറയാ. ക്ലിയർ ആണോ? ഇനി അടുത്തത് സെൻട്രോസോമും സെൻട്രിയോളും. സെൻട്രോസോമും സെൻട്രിയോളും ഞാൻ സ്പീഡിൽ പറയാം. ഈ രണ്ടുപേരും, രണ്ട് സെൻട്രിയോൾ എന്ന് കണ്ടുണ്ടോ, രണ്ട് സെൻട്രിയോളെ കാണുന്നുണ്ടോ ഇവിടെ ഡയഗ്രത്തില്? ഈ രണ്ട് സെൻട്രിയോളും ഇതിന് ചുറ്റും കിടക്കുന്ന കുറച്ച് മെറ്റീരിയൽസും ഒരുമിച്ച് പറയുന്ന പേരാണ് സെൻട്രോസോം. സോ സെൻട്രോസോം എന്ന് പറയുന്നത് മെയിൻ ഓർഗനൽ. സെൻട്രോസോമിൽ എന്ത് കാണാം, രണ്ട് സെൻട്രിയോൾ കാണാം. ഈ രണ്ട് സെൻട്രിയോളിന് ചുറ്റും കുറച്ച് മെറ്റീരിയൽസും കാണാം. അതിനെയാണ് പെരിസെൻട്രിയോളൽ മെറ്റീരിയൽസ്. സോ സെൻട്രോസോം is an organelle usually containing two cylindrical structures called centrioles. They are surrounded by pericentriolar materials. ഈ സെൻട്രിയോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കിടക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ കിടക്കുന്നത്. ബോത്ത് സെൻട്രിയോൾസ് ഇൻ സെൻട്രോസോം ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ശരിയല്ലേ? പാരലൽ ആയിട്ടാണോ കിടക്കുന്നത്? അല്ല, പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് ഈ എന്താണ്, സെൻട്രിയോളിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സെൻട്രിയോളിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഇതാ ഒരു ഇതുപോലെ ഇരിക്കും. സെൻട്രിയോളിന്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ, ഇങ്ങനെ ഇരിക്കും. ഇവിടെയും പെരിഫറൽ ആയിട്ട് നമുക്ക് മൈക്രോ ട്യൂബ്യൂൾസിനെ കാണാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞേ, ഇത് സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ എന്ന്? ട്രിപ്പിൾ ആണ്. എത്ര ഉണ്ട് നോക്കിയേ. ഹൗ മെനി ആർ ദർ? 1 2 3 4 5 6 7 8 9. ശരിയല്ലേ? സോ സെൻട്രിയോളിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് 9 ഈവൻലി സ്പേസ്ഡ് പെരിഫറൽ ഫൈബ്രിൽസ് ഓഫ് ട്യൂബുലം പ്രോട്ടീൻ. ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചിട്ടാണ് മൈക്രോ ട്യൂബുൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈച്ച് പെരിഫറൽ ഫൈബ്രിൽ ഇസ് എ ട്രിപ്ലറ്റ്. നിങ്ങൾ തന്നെ പറഞ്ഞു അതൊരു ട്രിപ്ലറ്റ് ആണെന്ന്. ട്രിപ്ലറ്റ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൻട്രൽ പോർഷനെ പറയുന്ന പേര്, സെൻട്രൽ പോർഷൻ, ഇവിടെ സെൻട്രൽ മൈക്രോട്യൂബ്യൂൾ ഒന്നും പറയുന്നില്ല. സെൻട്രൽ പോർഷനെ പറയുന്ന പേര്, അതൊരു പ്രോട്ടീൻ റീജിയൻ ആണ്. ആ പ്രോട്ടീൻ റീജിയനെ പറയുന്ന പേര് ഹബ് എന്നാണ്. ഹബ് കണ്ടോ? ഈ ഹബിൽ നിന്നും റേഡിയൽ സ്പോക്ക് വഴി പെരിഫറലിലോട്ട് കണക്ഷൻ ഉണ്ട്. ദ സെൻട്രൽ പാർട്ട് ഓഫ് പ്രോക്സിമൽ റീജിയൻ ഓഫ് ദ സെൻട്രിയോൾ ഇസ് കോൾഡ് ഹബ് എന്ന് പറയും, which is connected with the tubules of peripheral triplets by radial spoke. The centrioles form the basal body of cilia and flagella and the spindle fibers that give rise to spindle apparatus during cell division in animal cells. സെൻട്രിയോളിന്റെ ഫംഗ്ഷൻ ചോദിക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു സീലിയം ഫ്ലജലവും എമർജ് ചെയ്യുന്നത് ഇതേപോലത്തെ സെൻട്രിയോൾ പോലത്തെ ഒരു സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞു. ഇനി ആനിമൽ സെൽസിൽ മാത്രമാണ് സെൻട്രിയോൾ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു, പ്ലാന്റിൽ ഇല്ല എന്ന് പറഞ്ഞു. ആനിമൽ സെൽസില് സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. നമ്മൾ നാളെ പഠിക്കും അത് ഫോം ചെയ്യുന്നതും ഈ സെൻട്രിയോളിൽ നിന്നാണെന്നാണ് പറയുന്നത്. സോ സെൻട്രോസോം എന്ന് പറയുന്ന ഒരു മെയിൻ ഓർഗനലെ ആണെങ്കിൽ അതിൽ രണ്ട് സെൻട്രിയോൾ ഉണ്ട്. സിലിണ്ടറിക്കൽ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ പെരിഫറൽ ആയിട്ട് 9 ട്രിപ്ലറ്റ്സിനെ കാണാം. സെൻട്രൽ ആയിട്ട് ഒരു പ്രോട്ടീൻ റീജിയൻ ഉണ്ട്, ഹബ് എന്ന് പറയും. അവിടെ നിന്നുള്ള കണക്ഷന് റേഡിയൽ സ്പോക്ക് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ഫസ്റ്റ് ഒരു ഓർഗനൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേര്, റോബർട്ട് ബ്രൗൺ. ഇനി അത് കഴിഞ്ഞ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ സ്റ്റെയിൻ ചെയ്ത് ബേസിക് ഡൈ കൊണ്ട് സ്റ്റെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്നും അതിന് ക്രോമാറ്റിൻ എന്നുള്ള പേര് കൊടുത്തതും ആരാണ്? ഫ്ലെമിംഗ് ആണ്. എന്താ ക്രോമാറ്റിനും ക്രോമസോമും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞ വേഗം. ക്രോമാറ്റിനും ക്രോമസോമും ചാപ്റ്റർ തീരുവാണ്, വേഗം പറഞ്ഞു. 2 minutes കൂടി കഴിഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കമോൺ. സി ഒരു സെല്ല് ഡിവൈഡ് ചെയ്യല്ല എന്നുണ്ടെങ്കിൽ, സെല്ല് ഇപ്പൊ എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് കുറെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്, നാളെ പഠിക്കും. ആ സമയത്ത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ എന്താണ് ഹൈലി കോയിൽഡ് ആയിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ത്രെഡ് പോലെ കിടക്കുമായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഇത് കൂടുതൽ കണ്ടൻസ് ചെയ്ത് ഒരു റോഡ് ഷേപ്പ് സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? ക്രോമോസോം എന്ന് വിളിക്കുള്ളൂ. മനസ്സിലായോ? ദ ഇന്റർഫേസ് ന്യൂക്ലിയസ്, ദാറ്റ് ഇസ് ദ ന്യൂക്ലിയസ് ഓഫ് സെൽ വെൻ ഇറ്റ് ഇസ് നോട്ട് ഡിവൈഡിങ്. ഒരു ഹൈലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള
കണ്ടൻസ് ചെയ്തതല്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയർ പ്രോട്ടീൻ ഫൈബർ ഉണ്ട്. ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ചേർന്നിട്ടുള്ള ഒരു ഫൈബർ ഉണ്ട്. അതിനെയാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിൽ കാണാവുന്ന സംഭവങ്ങളാണ്. ക്രൊമാറ്റിൻ ഉണ്ട്. ക്രൊമാറ്റിൻ കൂടാതെ അതിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുന്ന പോലെ ഇവിടെ ന്യൂക്ലിയോപ്ലാസം. ഇനി അതിന്റെ ഉള്ളിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ട്, അതിനെ ന്യൂക്ലിയോലസ് എന്ന് പറയും. ഇത് കൂടാണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 2 മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനലാണ്. ഈ മെംബ്രെയിനിൽ പോഴ്സ് ഉണ്ട്, ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൽ കൂടിയാണ് ന്യൂക്ലിയസിൽ നിന്നും സാധനങ്ങൾ പുറത്തോട്ട് പോകുന്നതും സൈറ്റോപ്ലാസം വേണമെങ്കിൽ അകത്തോട്ട് വരുന്നതൊക്കെ. ന്യൂക്ലിയർ പോർ എന്ന് പറയും. പിന്നെ ഒരു ഡബിൾ വോൾഡ് സ്ട്രക്ചറും ഉണ്ട്. സോ ദ ഇന്റർഫേസ് ന്യൂക്ലിയസ് ഹാസ് ഹൈലി എക്സ്റ്റെൻഡഡ് ഇലോബറേറ്റ് ന്യൂക്ലിയർ പ്രോട്ടീൻ ഫൈബേഴ്സ് കോൾഡ് ക്രൊമാറ്റിൻ. ന്യൂക്ലിയർ മെട്രിക്സ് ഉണ്ട്, അതാണ് ന്യൂക്ലിയോപ്ലാസം. ഇത് രണ്ടും കൂടാതെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്പെറിക്കൽ ബോഡീസ് ഉണ്ട്, അത് ഒന്നോ കൂടുതലോ ഒക്കെ ആവാം. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്, ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഈ 2 മെംബ്രെയിന്റെ ഇടയിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഞാൻ ബാക്കിയുള്ളതൊരു കാര്യം ചെയ്യാം, റാദർ ദാൻ ഗോയിങ് ഇൻ വെരി സ്പീഡ്. നാളെ നമുക്കിത് ക്ലിയർ ആവും. കാരണം നാളെ ഇനി പഠിക്കാൻ പോകുന്ന ഈ ഭാഗവും സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗവും കുറച്ച് എന്താണ് റിലേറ്റഡ് ആണ്. സോ വിൽ ടേക്ക് ടുമാറോ. ഓക്കെ, അപ്പൊ നാളെ ഇതിന്റെ റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ഭാഗവും സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. ഓക്കെ ആണോ? നാളെ എടുക്കാം കേട്ടോ. നാളെ കാണാം. താങ്ക് യു.